ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ GTA RP പോലെ ഫോണിൽ കളിക്കാൻ പറ്റുന്ന ഗെയിമിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഗെയിമിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ റിയൽ RP കണക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു GTA RP എങ്ങനെയാണോ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഗെയിമിലുണ്ട്. കാർ മോഡിഫിക്കേഷൻ ആവട്ടെ, പിന്നെ ഫുള്ള് മലയാളി പ്ലെയേഴ്സാണ് നമുക്കായിട്ട് കളിക്കാനായിട്ട് വരുന്നത്. പിന്നെ കാർ മോഡിഫിക്കേഷൻ, നമുക്ക് കാർ വാങ്ങിക്കാനായിട്ട് പറ്റും. അത് കണക്ക് തന്നെ ജോബുണ്ട്, PD ആയിട്ട്, അതായത് പോലീസായിട്ടും, പിന്നെ EMS അതായത് നമ്മുടെ ഡോക്ടറായിട്ട്, അങ്ങനെയൊക്കെ കുറേ ജോബുകളുണ്ട്. പിന്നെ ഗ്യാങ് ആവാൻ പറ്റും. അങ്ങനെ കുറേ ഫീച്ചേഴ്സുള്ള ഈ ഒരു ഗെയിമിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നും പിന്നെ എങ്ങനെയാണ് ഒരു ബിഗിനർ കളിച്ചു തുടങ്ങേണ്ടതെന്നും അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ മസ്റ്റ് അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ നോക്കുക. ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡിസ്കോഡ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജിമെയിലൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ കൂടെ കയറുക. അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഈഗിൾ സാം എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് സാൻ ആൻഡ്രിയാസ് മൾട്ടിപ്ലെയർ ആണ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ ജനറേറ്റ് ലിങ്ക് എന്ന് കാണും, ഫ്രീ ലിങ്ക് എന്ന് കാണും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലിങ്ക് ജനറേറ്റഡ് എന്ന് കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണും. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, നമ്മൾ നോർമൽ ചെയ്യുന്ന കണക്ക്. എന്നിട്ട് ആ ഒരു ആപ്പ് ജസ്റ്റ് നിങ്ങളൊന്ന് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ഗെയിമെന്ന് കാണാനായിട്ട് പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ അവിടെ 800 MB ഒരു ഫയലും 2 GB ഫയലും കാണാം. നിങ്ങൾ 2 GB ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. അതായിരിക്കും ബെറ്റർ ഗെയിമിങ്ങിന് പറ്റുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അത് വരാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം സാമിൻ്റെ സെറ്റിങ്സിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓട്ടോയും വേണമെങ്കിൽ അത് ഓണാക്കിയിടുക, വോയിസ് ചാറ്റ് വേണമെങ്കിൽ അത് ഓണാക്കിയിടുക, പിന്നെ സിസ്റ്റം കീബോർഡ് വേണമെങ്കിൽ അത് ഓണാക്കിയിടുക. അതിനുശേഷം നമ്മൾ ഡിസ്കോഡിൻ്റെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു സെർവറിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, KPRP എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഡിസ്കോഡിലോട്ട് പോകും. അതിനുശേഷം നിങ്ങൾ ആ ഒരു ഡിസ്കോഡിനകത്ത് ആ ചാനലിനെ നിങ്ങൾക്ക് അപ്ലൈ ഫോർ വൈറ്റ് ലിസ്റ്റ് എന്ന് കാണാൻ പറ്റും. അതിനകത്ത് അപ്ലൈ കൊടുക്കുക. അതിനുശേഷം അപ്ലൈ KPRP വൈറ്റ് ലിസ്റ്റ് എന്ന് കാണും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആദ്യമേ റിയൽ നെയിം ചോദിക്കും. അപ്പോൾ ആ റിയൽ നെയിം ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, റൂൾസാണ് ചോദിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന കണക്കൊക്കെ കൊടുത്താൽ മതി. അതിനകത്ത് 4 സേഫ് സോൺ പറയാനായിട്ട് പറയും. ആ ടൈമിൽ നിങ്ങൾ മാള്, MG, HP, PD, ജോബ് ലൊക്കേഷൻസ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളോട് അവർ ചോദിക്കുന്നത് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതൊക്കെ ഒരു സേഫ് സോണിന് ഒരു RP റൂളിൽ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് RDM എന്ന് ഇട്ടാൽ മതി. RDM എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വഴിയെ പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ ഗണ്ണ് വെച്ചിട്ടങ്ങ് അടിച്ചു കൊല്ലുന്ന, അതിനെയാണ് നമ്മൾ RDM എന്ന് പറയുന്നത്. അത് കണക്ക് തന്നെ VDM ഉണ്ട്. VDM എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വെച്ച് വെറുതെ കൊല്ലുന്ന ഒരു ഇതാണ്. പിന്നെ അതിനകത്ത് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അതിനകത്ത് മെയിനായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ തന്നെ ഇട്ടേക്കുക. അതിനുശേഷം അപ്പോൾ നിങ്ങൾക്ക് അഡ്മിൻസ് വന്നിട്ട് അപ്രൂവ് ആക്കുക. നിങ്ങളുടെ വൈറ്റ് ലിസ്റ്റ് തരും, DC വൈറ്റ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. അത് തരും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ഡിസ്കോഡ് ചാനലിൽ ഞാൻ തന്ന ലിങ്കിലുള്ള ചാനലിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ IP അഡ്രസ്സ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് IP അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നേരെ എടുത്ത് നമ്മൾ ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞ ഈഗിൾ സാമ്പ് അത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്താണ് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈഗിൾ സാമ്പ് എടുക്കുക. നമ്മുടെ ഫുൾ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം താഴെ സെർവർ എന്ന് കാണും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ ഫേവറേറ്റ് എന്ന് കാണും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു ആഡ് സെർവറിന് കാണും. അതിനകത്ത് നിങ്ങൾ കിട്ടിയേക്കുന്ന IP അഡ്രസ്സ് ഏതെങ്കിലും ഒരെണ്ണം പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആഡ് കൊടുക്കുക. ആഡ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പേര് തെളിഞ്ഞ് വരും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പേര് തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ എന്നാണ് അർത്ഥം. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പേര് തെളിഞ്ഞൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ പേരടിക്കാനായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റോക്കി മോൻ എന്നാണ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടിക്കുന്നത് ഇപ്പോൾ ഷാജി പാപ്പൻ ആണെന്നുണ്ടെങ്കിൽ S വലുതായിരിക്കണം, ഷാജി എന്നടിക്കുക, ഒരു അണ്ടർസ്കോർ ഇടുക, പാപ്പൻ എന്നടിക്കുക, പാപ്പൻ്റെ P വലുതായിരിക്കണം. അതാണ് തന്നെ റോക്കിയുടെ R വലുതായിരിക്കണം, അണ്ടർസ്കോർ ഇട്ടതിന് ശേഷമുള്ള മോനുവിൻ്റെ M വലുതായിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ കണക്റ്റ് ഒന്ന് ജസ്റ്റ് അടിക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നേരെ ഈ ഒരു സാമ്പ് ഓപ്പണായിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. കണക്റ്റ് അടിക്കുന്ന സമയത്ത് തന്നെ ഒരു ലോഡിങ് സ്ക്രീൻ കാണിക്കുക. അതിനുശേഷം നിങ്ങളുടെ പേരൊക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നിങ്ങളൊരു പാസ്വേഡ് ഇടുക. ഞാനിപ്പോൾ ഇവിടെ 1234 എന്നാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് നമ്പർ ആക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആക്കാം, എന്ത് പാസ്വേഡ് വേണമെങ്കിലും ഇടാം. അതിനുശേഷം നിങ്ങളോട് ഒന്നും കൂടി പാസ്വേഡ് റിപ്പീറ്റ് ചെയ്ത് കൺഫേം ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ അതേ പാസ്വേഡ് തന്നെ അടിക്കുക.
അവിടത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ട് എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ അക്കൗണ്ട് ആർ നോട്ട് രജിസ്റ്റർഡ് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ആയി കഴിഞ്ഞ് ഇത് നിങ്ങൾ ഈ ഒരു ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കോഡ് ഓപ്പൺ ചെയ്യുക. ആദ്യം എടുക്കാൻ പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തൊരു ചാനൽ കാണും, ഒരു സെർവർ കാണും. അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ നോക്കുമ്പോൾ ഇൻഗെയിം നെയിംസ് എന്ന് കാണും. അവിടെ നിങ്ങൾ ഏത് പേരാണോ നിങ്ങൾ സാമ്പിൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്തത്, ഞാനിപ്പോൾ റോക്കി മോൻ എന്നാണ് കൊടുത്തുകൊണ്ട് റോക്കി മോൻ എന്നടിച്ച് അവിടെ ഇട്ടേക്കാം. റോക്കി _മോനു എന്നടിച്ചിട്ട് അവിടെ സെൻഡ് ചെയ്തിട്ടേക്കാം. ഒരു മെസ്സേജ് അവിടെ ഇട്ടേക്കാം. നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് ഇട്ടേക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും എല്ലാം ഗ്രീൻ ടിക്ക് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഗെയിമിൽ കയറി നോർമലായിട്ട് കളിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ ആദ്യത്തെ ഒരുപാട് നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അവിടെ പറയുന്നുണ്ട് ടിക്ക് വീണ ഇൻ ഗെയിം ഐറ്റ് ലിസ്റ്റഡ് ഒരു ഇൻറ്റു ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിട്ട പേര് തെറ്റാണ്. പിന്നെ അത്ഭുത ചിഹ്നമാണെങ്കിൽ നമ്മൾ ആദ്യമേ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ ഒരു റൗണ്ടിനകത്ത് ഒരു പെട്രോളാണെങ്കിൽ നോൺ RP നെയിം ഇങ്ങനെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഗ്രീൻ ടിക്ക് കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കയറി കളിക്കാൻ പറ്റും. വേറെ പ്രൊസീജിയറൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ ഇതൊരു 8 മണിക്കൂറൊക്കെ മാക്സിമം എടുക്കും. അപ്പോൾ മിക്കപ്പോഴും ഇടുമ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ വീണ്ടും നമ്മുടെ സാമ്പിൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സെർവറിൻ്റെ പേരൊക്കെ അവിടെ കാണും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കണക്റ്റ് എന്ന് കാണും. നെയിമൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ നിങ്ങൾ അടിക്കേണ്ട കാര്യമില്ല. അത് കണക്റ്റ് കൊടുക്കുമ്പോൾ പാസ്വേഡ് അടിച്ച് കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് നിങ്ങൾ ആദ്യമേ മെയിലാണോ ഫീമെയിലാണോ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചൂസ് യുവർ ഏജ് എന്നുള്ളതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഏജ് നീങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം ചൂസ് യുവർ സ്കിന്നെന്ന് കാണാൻ പറ്റും. സ്കിന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ സ്കിന്ന് ഒന്നാക്കിയിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ ഒരു സ്കിൻ കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഡ്രസ് ഷോപ്പ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് മാറാൻ പറ്റും. പിന്നെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. പിന്നെ നിങ്ങൾ ഒരു വട്ടം ഗെയിമിൽ കയറുമ്പോൾ ഡയറക്റ്റ് അങ്ങ് കയറുകയാണ്. ഈ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെ വരും. നിങ്ങൾ ആ ഒരു സിറ്റിയിലോട്ട് എത്തും. ആ സിറ്റിയിൽ നിങ്ങൾക്ക് ചോദിക്കും നിങ്ങൾക്ക് ഹെൽപ്പർ വേണോ വേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ യെസ് കൊടുക്കുക. ഇൻ കേസ് ഹെൽപ്പർ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ അടുത്തേക്ക് വരും. ഹെൽപ്പേഴ്സ് ആരും ഓൺലൈനിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ ജോയിസ്റ്റിക്ക് വരത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്ത കണക്ക് തന്നെ ആ ഒരു 2 ആരോയിൽ ക്ലിക്ക് ചെയ്യുക, സൈഡിലായിട്ട് കിടക്കുന്ന. എന്നിട്ട് ESC അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോയിസ്റ്റിക്ക് വരും മൂവ് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്കും അത് സെറ്റാവും. പിന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും /ILOVE KPRP എന്ന് അടിക്കുക. അപ്പം കുറച്ച് ക്യാഷ് ഒരു ബൈക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ 7 ദിവസം VIP ആക്സസും കിട്ടും. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യമേ ആ ഒരു /ILOVE KPRP അടിക്കാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെ ഈ /ILOVE KPRP പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുറേ മെസ്സേജ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും മുകളിലായിട്ട്. ആ ഒരു മെസ്സേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു കീബോർഡ് ഓപ്പൺ ചെയ്ത് വരും. അവിടെ / ഇട്ടിട്ടാണ് നമ്മൾ ഈ ഇതിനകത്തുള്ള ഫുള്ള് കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളവിടെ / ഇട്ടിട്ട് ILOVE KPRP എന്ന് അടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ട് ക്യാഷും കാര്യങ്ങളും എല്ലാം കിട്ടുക. അപ്പോൾ നിങ്ങൾക്കൊരു ബൈക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ബൈക്ക് എങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ / VSC എന്ന് അടിക്കുക, അല്ലെങ്കിൽ ഫോണിനകത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളെ ഫോണൊന്നും കാണില്ല, അതൊക്കെ നിങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെല്ലുന്ന സമയത്ത് / ഇട്ടിട്ട് VSC എന്ന് അടിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെഹിക്കിളിൻ്റെ ഒരു ലിസ്റ്റ് കാണിക്കും. അപ്പോൾ എങ്ങനെ വെഹിക്കിൾ വേറെ വാങ്ങിക്കുക എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ /VSC ഇട്ടിട്ട് നിങ്ങൾ ഈ ഒരു എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് FCR 900 എന്ന് കാണിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. ക്ലിക്ക് ചെയ്തെടുക്കുന്ന സമയത്തായിട്ട് നിങ്ങൾക്ക് അവിടെ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഡബിൾ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ N എന്ന് കാണും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ /engine എന്ന് അടിച്ചാലും മതി. ഒരു ടാബ് താഴെ വരും. അതിനകത്ത് ഈ ക്ലിക്ക് ചെയ്താൽ വണ്ടി ഓണായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ എപ്പോഴും വണ്ടി ഓഫ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്, ഇല്ലെങ്കിൽ വേറെ ആൾക്ക് നിങ്ങളെ വണ്ടി എടുത്ത് ഓടിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി എവിടെയെങ്കിലും വച്ചിട്ട് പോകുന്ന സമയത്ത് മസ്റ്റായിട്ട് ഓഫ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഞാൻ ഈ കാണിച്ച വഴിയെ വരുമ്പോൾ നിങ്ങൾക്ക് കുറേ ഷോപ്പ് കാണാനായിട്ട് പറ്റും. അതിലൊരു ഷോപ്പിൽ, അതായത് നിങ്ങൾക്ക് ഈ മൊബൈൽ എന്ന 24 ഷോപ്പ് എന്നൊക്കെ കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പിൽ കയറിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ബൈ എന്ന് അടിച്ച് കഴിഞ്ഞാൽ /ബൈ അടിക്കുമ്പോൾ കുറേ സാധനങ്ങളെ ലിസ്റ്റ് കാണും. അതിന് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ആദ്യമേ ആവശ്യമുണ്ട്. അത് കണക്ക് തന്നെ റിപ്പയർ കിറ്റ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് GPS ആവശ്യമുണ്ട്. ഇത് മൂന്നൊന്ന് വാങ്ങിച്ച് വയ്ക്കുക. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഈ മൊബൈൽ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ കമാൻഡ് മുകളിൽ കാണിക്കും, നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ കാണിക്കും. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരു റിപ്പയർ കിറ്റ് വാങ്ങിക്കുമ്പോൾ എങ്ങനത്തതിനാണ് റിപ്പയർ കിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളെ വണ്ടി എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിച്ചിട്ട് ഫുള്ള് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വണ്ടിയുടെ അടുത്ത് നിന്നിട്ട് /റിപ്പയർ കിറ്റ് അടിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഫോണാണ് എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ആ സൈഡിൽ നിന്ന് വരുന്ന ആരോ പ്രസ് ചെയ്തിട്ട് H ക്ലിക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ /ഫോൺ എന്ന് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടിച്ചിരിക്കുമ്പോൾ ഫോൺ തെളിഞ്ഞു വരും. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൂഗിൾ പേ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്കിപ്പോൾ ലൊക്കേഷനോ ആരെങ്കിലും ലൊക്കേറ്റൊക്കെ ചെയ്യണമെങ്കിൽ /ലൊക്കേറ്റ് അടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ആ ഫോണിൽ തന്നെ GPS അല്ലെങ്കിൽ ലൊക്കേറ്റ് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ മാപ്പിൽ ഒരു റെഡ് ഡോട്ട് കാണിക്കും.
ഇനി ഞാൻ കാണിക്കുന്ന വഴി നിങ്ങൾ നോക്കിക്കൂടാ. ഇവിടെ വന്നിട്ട് ഈ ഒരു സിറ്റിയിൽ വന്നിട്ട് ഏറ്റവും എളുപ്പമുള്ള ജോബിലോട്ട് പോകുന്ന ഒരു ലൊക്കേഷനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ജോബിലോട്ട് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ജോബും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോണൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ബിഗിനിങ് കാര്യങ്ങൾ ഫുള്ള് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പോണ വഴിയേ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു സ്ഥലത്തെത്തും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജോബ് ഇപ്പം നിങ്ങളിതെടുത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ട് നിങ്ങൾ വേറെ ജോബൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ /ക്വിറ്റ് ജോബ്. ഇപ്പം നിങ്ങളൊരു ജോബിന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജോയിൻ അടിച്ചാണ് കയറുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ ജോബിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ /ക്വിറ്റ് ജോബ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജോബിൽ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾ നേരെ ഈ ഒരു ലൊക്കേഷനിലേക്ക് വരിക. ഞാൻ വന്ന വഴി നോക്കി വരിക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു ഇത് കാണാൻ പറ്റും, ഒരു സിമ്പിൾ കാണുന്നില്ല. ആ സിമ്പിളിൻ്റെ മുമ്പിലോട്ട് നിന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഏത് ഷോപ്പിൻ്റെ ഹൗസിൻ്റെ എന്തിൻ്റെ അകത്ത് കയറണമെങ്കിലും ആ ഒരു 2 ആരോ ക്ലിക്ക് ചെയ്തതിന് ശേഷം F ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ അതിനകത്തേക്ക് എത്തും. ഓക്കെ, അതിനകത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരു ജോയിൻ എന്ന് പറയുന്ന ഒരു കാര്യം കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എന്നിട്ട് /join എന്നടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജോബ് നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു ജോബിന് വേണ്ടിയിട്ട് ജോയിൻ ആവും. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വിറ്റ് ജോബ്, ഞാൻ ഇപ്പോൾ അടിക്കുന്ന കടിച്ച് കഴിഞ്ഞാൽ ജോബ് ക്വിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ചില ജോബിൻ്റെ അടുത്തിലും നിങ്ങൾക്ക് ഓൾറെഡി ജോബെന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ജോബ് അടിച്ചിട്ട് നിങ്ങൾക്ക് ആ ജോബ് എടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ ജോബ് എടുത്തതിന് ശേഷം ഈ ഒരു ലൊക്കേഷനിലേക്ക് വരിക. എന്നിട്ട് /മീറ്റ് അടിക്കുക. നിങ്ങൾക്ക് ഡയമണ്ട് ഉള്ള മീറ്റ് എടുക്കാം, അല്ലെങ്കിൽ നോർമൽ മീറ്റ് എടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് നോർമൽ മീറ്റ് എടുക്കുക. ഡയമണ്ടിൻ്റെ മീറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ തിരിച്ച് കിട്ടുന്ന പൈസ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇടയ്ക്ക് ഡയമണ്ട് കിട്ടും. ഡയമണ്ടിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ നോർമൽ മീറ്റ് എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. എപ്പോഴും ഒന്നും ഡയമണ്ട് കിട്ടത്തുമില്ല. പിന്നെ നിങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് അടുത്ത മീറ്റ് എടുത്തിട്ട് തിരിച്ച് നമ്മൾ എവിടെയാണോ മീറ്റ് എന്നടിച്ച് വന്നത് അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ക്യാഷ് കയറുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജോബ് എടുക്കുന്നത്. അങ്ങനെ ഈ ക്യാഷ് കൊണ്ടിട്ടാണ് നമ്മൾ വെഹിക്കിളും അതുപോലെ തന്നെ ഗൺസും ഒക്കെ വാങ്ങിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിഗിനറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ വീഡിയോ ഇത്രയും ലെന്തിലായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് വേറെ സെർവർ ഏതെങ്കിലുമൊക്കെ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് കാണുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു ബിഗിനർ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അതിനുശേഷം നമുക്കിനി അടുത്തൊരു ലൊക്കേഷൻ നോക്കാം. ഓക്കെ, അടുത്ത ലൊക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ജോബ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നാഷണൽ ID എന്ന് പറയുന്നൊരു സംഭവം വേണം. അപ്പോൾ അത് എടുക്കേണ്ട എങ്ങനെയാണെന്ന് നോക്കാനാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോയ ലൊക്കേഷനിൽ തന്നെ പോയാൽ മതി. അവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഹെൽപ്പറിനെ കിട്ടില്ലെങ്കിൽ ഞാൻ ഈ പോകണം അതേ ലൊക്കേഷനിൽ കൂടെയൊക്കെ നോക്കി അങ്ങ് പോയാൽ മതി. അല്ല, ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷനിലോട്ട് പോകണമെങ്കിൽ ആ ഒരു ഫോണിനകത്ത് ലൊക്കേഷൻ മാപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ലൊക്കേഷൻസ് കാണിക്കുക. അത് സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് പറ്റും. കുറച്ചകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു F അടിച്ചിട്ട് നിങ്ങൾ ബിൽഡിങ്ങിനകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ /get national ID എന്ന് അടിക്കാനായിട്ട് കാണും. അപ്പോൾ നിങ്ങൾ അവിടെ /get national ID അടിക്കുമ്പോൾ നിങ്ങൾക്ക് നാഷണൽ ID കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് എങ്ങനെ ഒരു വെഹിക്കിൾ, ഇപ്പോൾ നിങ്ങൾ ജോബൊക്കെ ചെയ്ത് നല്ല ക്യാഷ് ആയി കഴിഞ്ഞാൽ വെഹിക്കിൾ എങ്ങനെ വാങ്ങിക്കാം എന്ന് നോക്കാം. ബൈക്കാവട്ടെ കാറാവട്ടെ എന്തും എങ്ങനെ വാങ്ങിക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കാണിക്കുന്ന അതേ വഴി കൂടെ തന്നെ നിങ്ങൾ പോവുക. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ അപ്പോൾ ഞാൻ പോകണം. ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒന്നും ഹെൽപ്പറിന് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഫോണൊക്കെ വാങ്ങിക്കാൻ ഒരു ഹെൽപ്പറിന് കിട്ടിയെന്നിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷനെ കണ്ടുപിടിക്കുക, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പോകണം അതേ ലൊക്കേഷനിൽ കൂടെ അങ്ങ് പോയാൽ മതി. ആ ഒരു വഴി കൂടെ പോയാൽ മതി. അല്ലാതെ നിങ്ങൾ /ഫോൺ അടിച്ചിട്ട് GPS എടുത്തിട്ട് കാർ ഡീലർഷിപ്പ് എന്നൊക്കെ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് കാണിക്കും. നിങ്ങൾക്ക് അത് നോക്കി വരാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ സമയത്ത് ഇവിടെ ബൈ വെഹിക്കിൾ എന്ന് പറഞ്ഞ് കുറേ ഒരു ഡോളർ ഉണ്ടെന്ന് കറങ്ങുന്ന കാണുന്നില്ല. അവിടെ വന്നിട്ട് /ബൈ വെഹിക്കിൾ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ വെഹിക്കിളിൻ്റെ ലിസ്റ്റും ക്യാഷും കാണും. അപ്പോൾ നിങ്ങളെ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെഹിക്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു GTRP അതുപോലെ തന്നെയാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഗ്രാഫിക്സിൻ്റെയൊക്കെ ഈ ഒരു ഗ്രാഫിക്സിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കണക്കത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.